ശ്രീ ജോർജ് ജോസഫ്, നോക്കൂ, ഇന്ന് തന്നെ സമാനമായിട്ടുള്ള ഒന്നോ രണ്ടോ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് പല ക്യാമ്പസുകളിലും. ഒന്ന് കണ്ണൂരിലാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നേരത്തെ ഇവിടെ എറണാകുളത്തെ ഒരു സ്കൂളിലെ ഒരു പബ്ലിക് സ്കൂൾ, ആ സ്കൂളിലെ ഒരു വിദ്യാർത്ഥി ഈ റാഗിങ് അത് നിരന്തരം അതിന് വിധേയമായപ്പോൾ അത് സഹിക്കവയ്യാതെ 26ാമത്തെ നിലയിൽ നിന്നാണ്, അവൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ 26ാമത്തെ നിലയിൽ നിന്നാണ് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തത്. ഇപ്പോൾ നോക്കൂ, ഇവിടെ അതിൻ്റെ അന്വേഷണം എവിടെ വരെ എത്തിയെന്ന് അറിയില്ല. ഒരു പ്രത്യേക ടീമിനെയൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു. ഇവിടെ പലപ്പോഴും കുട്ടികൾ എന്ന ഒരു പരിഗണന, അവരുടെ ഭാവി എന്താകും എന്നൊക്കെ നോക്കിയാണ് ഈ കേസുകളെ പോലീസ് കൈകാര്യം ചെയ്യുന്നത്. ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു ദാക്ഷിണ്യം കൊടുക്കേണ്ടതുണ്ടോ? ഈ കുട്ടി ക്രിമിനലുകൾ, അവരെ മുതിർന്നവർ എന്ത് കൃത്യം ചെയ്യുന്നുവോ ആ ഒരു കാറ്റഗറിയിൽ തന്നെ പെടുത്തി കൈകാര്യം ചെയ്യേണ്ടതല്ലേ? കുറ്റം ഒന്ന് തന്നെയാണ്, അതിൻ്റെ ഗ്രാവിറ്റി അത് ഒരുപോലെയാണ്. ഇപ്പോൾ മുതിർന്നവർ ചെയ്താലും അല്ലെങ്കിൽ കുട്ടികൾ ചെയ്തു കഴിഞ്ഞാലും ആ കുറ്റമല്ലാതാവുന്നില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ കൂടി കടുത്ത ശിക്ഷ അവർക്ക് ഉറപ്പാക്കുന്ന വിധത്തിലുള്ള ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണ്ടേ? തീർച്ചയായിട്ടും. കാരണം ഇതിനകത്ത് പോലീസിനെ ഞാൻ കുറ്റപ്പെടുത്താൻ പോവുകയാണ്. കാരണം ഇങ്ങനെയൊരു സംഭവം ഒരു കോളേജ് ക്യാമ്പസിനകത്തുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ SHO ഇത് അറിഞ്ഞിരിക്കണം. അത് പോലീസിലെടുത്ത് അവിടുത്തെ പ്രിൻസിപ്പളോ കുട്ടികളോ പേരൻസ് ആരും പരാതിപ്പെടേണ്ട. ആ പൂക്കോട്ടൂർ ഉണ്ടായ സംഭവം നമുക്കറിയാമല്ലോ, വയനാട്ടിലെ. ആ 2 ദിവസം ആ കൊച്ചിനെ ഇട്ട് പീഡിപ്പിച്ചതിനെ കൊന്നിട്ട് അവിടുത്തെ ലോക്കൽ SIയോട് USP അറിഞ്ഞില്ല. അതിനകത്ത് ഇവരുടെ പെർമിഷനൊന്നും വേണ്ട. പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥനും ഇൻ്റലിജൻസും ആ സ്കൂളിലെ ഒരു കുട്ടിയെ വേറെ ക്യാമ്പസുകളിൽ പോലീസിന് പ്രവേശനമില്ലല്ലോ. സോമോട്ടായിട്ട് അത് ആര് പറഞ്ഞില്ലെന്ന്? അവർ രാഷ്ട്രീയം കളിക്കുന്നെന്നാണ് ഞാൻ ഈ പറയുന്നത്. എല്ലാത്തിനും പോലീസിന് അവകാശമുണ്ട്. അത് പോലീസ് ചെയ്തില്ല. ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് നടപടിയെടുക്കണം. ആ പോലീസുകാർ ഇവരുടെ ശിങ്കിടിയായിട്ട് നടന്നാൽ നോക്കൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ വയനാട്ടിലെ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടി വേണം. ഇപ്പം ഈ കോട്ടയത്ത് നമുക്കറിയാമല്ലോ, അവിടുത്തെ സാറന്മാരും പ്രിൻസിപ്പളും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് മണ്ടന്മാരാക്കില്ലേ നമ്മളെ. കേരള പ്രൊഹിബിഷൻ ഓഫ് റാഗിങ് ആക്ട് ഉണ്ട് 1997. അതിനകത്ത് സെക്ഷൻ 4 പ്രകാരം ഇങ്ങനെ കാണിക്കുന്ന കുട്ടികൾ അവരെ ശിക്ഷിപ്പിക്കണം. അവരെ 2 വർഷം 3 വർഷത്തിന് ശിക്ഷ പറയുന്നുണ്ട്. അവരെ ഡിസ്മിസ് ചെയ്ത് കളയാൻ പഠിക്കണം. കാരണം ഇവർ നമുക്ക് സമൂഹത്തിന് നന്നാക്കി എടുത്തിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ആവശ്യത്തിന് പോപ്പുലേഷൻ ഉണ്ട്. നമുക്ക് ഇവരെ കൊണ്ടൊന്ന് നന്നാക്കി എടുത്തിട്ട് അങ്ങനെ കുറേ 10-25 ഇന്നലെ ഞാൻ 1-2 പേരെ എടുത്തായിട്ട് വഴക്കുണ്ടാക്കി. 10-25-30 വർഷമായി ഈ കുട്ടികളെ റിഫോം ചെയ്തെടുക്കാൻ. ആരാണ് റിഫോം ചെയ്തിരിക്കുന്നത്? ഇതൊക്കെ ചുമ്മാ വന്നിരുന്ന് പ്രസംഗിച്ചിട്ട് പോകുന്നത് അത്ര നല്ലതല്ല. നമുക്ക് ഇത് ക്രിമിനലായിട്ട് വളർന്നു വന്ന കുട്ടികളാണ്. ഈ 6 പേരും ക്രിമിനലാണ്. അവരുടെ മാതാപിതാക്കളെ ഇതിൻ്റെ അകത്ത് പ്രതികൾ സ്ഥാനത്ത് കൊണ്ടുവരണമെന്ന് ഞാൻ പറയണേ. അധ്യാപകരെ കൊണ്ടുവരുന്നപ്പോൾ ഇതുപോലുള്ള ക്രിമിനലിനെ സൃഷ്ടിച്ചത് അവരുടെ കുറ്റമാണ്. സമൂഹത്തിൻ്റെ കുറ്റം പറയണ്ട. അവരെ വളർത്തിയത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ തീർച്ചയായിട്ടും അവരെ ശിക്ഷിപ്പിക്കണം. അവരെ നമുക്ക് നന്നാക്കി വേണ്ട. അവർക്ക് പൂജപ്പുര സ്ഥലമുണ്ട്, അവിടെ തന്നെ വിടണം. കാരണം ഒരു കാലത്ത് ഇതുവരെ വളർന്നു വന്നിരിക്കുന്ന ആ കുട്ടികൾ, പ്രായം 17-18 വയസ്സോ അല്ലെങ്കിൽ 19 വയസ്സുള്ള കുട്ടികൾ, അവർ വികൃതമായ മനസ്സല്ലേ. ഇത് ഒരു മൃഗങ്ങൾ പോലും കാണിക്കാതെ മൃഗങ്ങൾ കൊന്നങ്ങിടുന്നേ ഉള്ളൂ. ഇത് അവനെ കൊന്നാലും വീണ്ടും വീണ്ടും അവൻ്റെ ആ പീഡനം നിൽക്കുന്നില്ല. എന്തായാലും ഒരു നോർമലായിട്ടുള്ള അല്ലെങ്കിൽ സ്വബോധമുള്ള ഒരാൾ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടില്ല, അല്ലേ? നോക്കൂ, എന്ത് ഹീനമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അതാ ഞാൻ ഇത് ഇവരെല്ലാം എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഡ്രഗ് അഡിക്റ്റഡ് ആയിരിക്കും. മദ്യം മാത്രമല്ല, കള്ള് കുടിച്ചു കഴിഞ്ഞാൽ 2 പെഗ് അടിച്ചു കഴിഞ്ഞാലൊന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം MDMA ഉപയോഗിക്കുന്നവരായിരിക്കും. ഇവനാണ് നാളത്തെ നഴ്സ്. മാലാകമാരെന്നല്ലേ പറയുന്നത് നഴ്സുമാരെ. ഇത് ചെകുത്താന്മാരല്ലേ ഇവന്മാര്.
ഈ സമൂഹത്തിന് ഇങ്ങനെയുള്ളവരെ നമുക്ക് വേണ്ട. ഇവരെ നമുക്ക് ജയിലിൽ തന്നെ അടയ്ക്കണം. ഒരു കൺസെഷൻ ഈ കുട്ടികളിൽ വഴി കാണും. അവരെ വളർത്തി നന്നാക്കിക്കൊണ്ട് വരാൻ ഒരു രാഷ്ട്രീയക്കാരും പോകരുത്. ഇതുപോലെയുള്ളവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം. ആ കുടുംബത്തിനെ ഒറ്റപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞത്. അവർക്ക് മാതാപിതാക്കൾ തന്നെയാണ് ഇതുപോലൊരു മകനെ സൃഷ്ടിച്ച് മറ്റുള്ളവരെ വേദനപ്പെടുത്തുന്നത്. അവരുടെ പ്രൈവറ്റ് ഭാഗത്ത് അവരെ വെയിറ്റ് കെട്ടി തൂക്കുക എന്ന് പറഞ്ഞാൽ എന്ത് കാടത്തമാണ് ഇവന്മാർ കാണിക്കുന്നത്? അത് നമ്മൾ ആലോചിക്കണം. ആ ചെയ്ത പ്രവൃത്തി ആലോചിക്കണം. അല്ല, അടിയോ പിടിയൊക്കെ നിലവിളിക്കുമ്പോൾ ഈ മുറിവുകളിൽ പുരട്ടിയ ലോഷന്റെ ബാക്കി ആ വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നോക്കിയേ, ക്രൂരതയുടെ ആ ഒരു ആ എക്സ്റ്റൻഷൻ ഒന്ന് നോക്കിയേ, എന്ത് വൃത്തികേടും കാണിക്കും. ഇതിനെ സംരക്ഷിക്കുന്നവരാരായാലും ശരി, അവരെയും കൂടെ പ്രതി ചേർക്കണമെന്ന്, ആ അധ്യാപകരെ ചേർക്കണമെന്ന്. കാരണം കേരളത്തിലെ എല്ലാ കോളേജുകളിലും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ അധ്യാപകരെ സംഘടന അത് കണ്ണടച്ചിരിക്കുകയാണ്. അവരെ ഇടപെടണമല്ലോ. അവരെന്തിനാണ് അധ്യാപകരായിട്ട് പഠിപ്പിക്കാൻ മാത്രമോ? ഇവരുടെ ഡിസിപ്ലിൻ നോക്കണ്ടേ? പോലീസിലും പട്ടാളത്തിലൊക്കെ എന്തുകൊണ്ടാണ് ആ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? അത് നമ്മൾ വിചാരിക്കുന്നത് അത് അടിച്ചമർത്തിയിരിക്കും ഡിസിപ്ലിൻ. നമുക്ക് ഡിസിപ്ലിൻ ഇല്ലാതെ ഇവിടെ ഒരു സമൂഹം വളരത്തില്ല. ഏത് ലോകത്തിലെ മുഴുവൻ ഭാഗങ്ങളും നോക്കിക്കോളൂ, നല്ല ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. ഈ ഗുണ്ടായുസം കാണിക്കുന്ന വിദ്യാർത്ഥി സംഘടന അടിച്ചു ഒതുക്കണമെന്നാണ് ഞാൻ പറയണത്. ഞാൻ കുറേ ഏറ് പിടിച്ചവനാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ. തിരുവനന്തപുരം സിറ്റിയിലെ പല പോലീസ് സ്റ്റേഷൻ ഇരുന്നിട്ട് എന്നെ അവിടെ ധാരാളം ഇട്ട് എറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ നേരിട്ട് അനുഭവിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് വകവെച്ച് കൊടുക്കാൻ കഴിയില്ല. ഏത് വിദ്യാർത്ഥി സംഘടനയായാലും ശരി, ഇത് അടിച്ചൊതുക്കിയേ പറ്റുള്ളൂ. പോലീസ് ശക്തമായി ആ കോട്ടയം മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുക്കണം. ഇവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല. അത് തന്നെയല്ല, ആൻറ്റി റാഗിങ് സെക്ഷൻ മാത്രം പാടില്ല. കൊല്ലാൻ ശ്രമിച്ചത് ഇവന്മാരെ, ആ കുട്ടികളെ പീഡിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചതാണ്. അപ്പം 307 വകുപ്പൂടെ വരണം. ഇവരൊന്നും ജാമ്യത്തിൽ ഇറങ്ങരുത്. ജയിലിൽ സബ് ജയിലിൽ ഇട്ട് തന്നെ ഇതിൻ്റെ ട്രയൽ നടത്താനായിട്ട് പോലീസ് ശ്രദ്ധിക്കണം. ഇവരെ ശിക്ഷിച്ച് ജയിലിൽ തന്നെ വിടണം. ഇവരിവിടെ വന്ന് സമൂഹത്തിൽ ഒന്നും ചെയ്യണ്ട. ഇവർ ക്രിമിനലായി കഴിഞ്ഞു. ഇവരെ നമുക്ക് റിഫോം ചെയ്തെടുക്കാൻ കഴിയില്ല. അവരെ തീർച്ചയായിട്ടും ജയിലിലോട്ട് തന്നെ അയക്കണമെന്ന് തന്നെയാണ് ഞാൻ. അല്ല, ഒരു കാര്യം കൂടെ ജോർജ് ജോസഫ്, കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഇവരെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് എത്ര കൂളായിട്ടാണ് പോകുന്നത്. ഇവനൊന്നും ഒരു കുറ്റബോധവുമില്ല, അതിൻ്റെ ഒരു കണിക പോലുമില്ല. പോലീസുകാർ ഒരു പാവപ്പെട്ടവനെ കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ പത്തനംതിട്ടയിൽ വിവാഹ സംഘം, അവരെ 2 സ്ത്രീകൾ അവർ പിന്നെ ടോയ്ലറ്റിലേക്ക് പോയ സമയത്ത് പുറത്ത് കൂടിയുന്നവരെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് അറിയാമല്ലോ. ഇവൻ്റെയൊക്കെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കാനുള്ള ഒരു ആർജവം അതേതെങ്കിലും പോലീസുകാരൻ കാണിച്ചിട്ടുണ്ടാവുമോ? ഇല്ലാന്നാണ് മനസ്സിലാക്കുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന്. എത്ര കൂളായിട്ടാണ് പോകുന്നത്. അവിടെയും വിളി വന്ന് കാണും. ഇവൻ്റെയൊക്കെ നേതാക്കന്മാർ വിളിച്ചു കാണും അവിടെ പോലീസിനെ. അതെ, നമ്മൾ പറയുമ്പം ആൺകുട്ടികളുടെ ഒപ്പം ഇതേ മനസ്ഥിതിയുള്ള ധാരാളം പെൺകുട്ടികളുണ്ട്. അതാണ് കൊല്ലത്ത് ഉണ്ടായത്. അവിടെ നഴ്സിംഗ് കോളേജിൽ അത് അറിഞ്ഞ ഒരു കുട്ടി മോളിൽ നിന്ന് എടുത്ത് ചാടി നമുക്കറിയാമല്ലോ. 3 പെൺകുട്ടികളാണ്, സീനിയർ കുട്ടികളാണ് ആ കുട്ടിയെ പീഡിപ്പിച്ചത്. അത് റാഗിങ് ആണ് തന്നെയാണ് നടത്തിയത്. ആ സിദ്ധാർത്ഥൻ്റെ കേസിനകത്ത് 1-2 പെൺകുട്ടികൾ അയാളെ പീഡിപ്പിക്കുന്നതിന് അടുത്ത് നിന്ന് രസിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. അതൊക്കെ CCTVയിൽ വന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ആണുങ്ങളുടെ ഒപ്പം ഇതേ രീതി പ്രവർത്തിക്കുന്ന ധാരാളം പെൺകുട്ടികളുമുണ്ട്. അപ്പോൾ ഇവരോടൊന്നും ഒരു ദയ, കാരണം കൊല്ലത്തെ എന്തായാലും അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് എനിക്ക് വലിയ സന്തോഷം തോന്നി. ആ 3 പെൺകുട്ടികളെ റിമാൻഡ് ചെയ്തു. കാരണം കുറേ മാസങ്ങളായി, വർഷങ്ങൾ ആ കൊച്ചിനെ ഇട്ട് പിടിപ്പിച്ച് അതിന് സൗന്ദര്യം പോരാ, അതിൻ്റെ നിറം മങ്ങി, അതിന് ആഹാരം കൊടുക്കില്ല ഹോസ്റ്റലിൽ, അത്ര മതേനെ ഒറ്റപ്പെടുത്തി. അതിൻ്റെ പിതാവ് കൊണ്ടുപോയി പരാതി കൊടുത്തു അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ, അവിടുത്തെ പ്രിൻസിപ്പളിന് കൊടുത്തു. ഒരു നടപടി ആ പ്രിൻസിപ്പൾ എടുത്തില്ല. നഴ്സിംഗ് കോളേജാണത്. പെൺകുട്ടികളെ ഏതായാലും പോലീസ് നല്ല കൃത്യം അതിനകത്ത് ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് കളഞ്ഞു. അവിടെയാണ് ആ ചില കാര്യത്തെങ്കിലും ചിലയിടത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ കോളേജിലും സ്കൂളിലും അവിടെയുള്ള PTA സാറുമാരും അവിടുത്തെ പ്രിൻസിപ്പൽ ശ്രദ്ധിച്ചോളൂ, എല്ലായിടത്തും നടക്കുന്നുണ്ട്. നിങ്ങൾ ഒഴിഞ്ഞു പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവരെ പ്രതിയാക്കണമെന്ന് പറഞ്ഞത്. അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ കുട്ടികളുടെ കാര്യത്തിൽ. അത് എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? കേരള യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെയല്ലേ നടക്കുന്നത്? എന്താണ് ആഭാസത്തരം അവിടെ നടക്കുന്നത്? അവിടുത്തെ സാറുമാർക്ക് എന്താ ഇടപെടാൻ പറ്റില്ല? ഭയമാണ് കുട്ടികൾ കൊല്ലുമെന്ന്. കുട്ടികളെ കൊല്ലട്ടെ, നിങ്ങളെ വീട്ടിലിരുന്നാലും ഇങ്ങനെയുള്ള കുട്ടികൾ അപ്പന്മാരുടെ കഴുത്തറുത്തോണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അത് ചലഞ്ച് ചെയ്തേ പറ്റുള്ളൂ. അത് കൃത്യമായി എല്ലാ ലോവർ കോളേജിൽ മുതൽ അല്ലെങ്കിൽ +2 കോളേജിലോ അല്ലെങ്കിൽ സ്കൂൾ ലെവലിൽ നമ്മൾ ശക്തമായി ഇത് പ്രതിരോധിച്ചില്ലെങ്കിൽ കോളേജിലോട്ട് ചെല്ലുമ്പോൾ ഇതുപോലൊക്കെ തന്നെ അവസരം വരും. അതുകൊണ്ട് +2 വരെ
അല്ലെങ്കിൽ SLC അവിടം വരെ അതിശക്തമായ ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്ത് തന്നെ പോകണം. അതിന് യാതൊരു സംശയമില്ല. കാരണം അത് മാതാപിതാക്കൾ ആ പോലീസ് ആയിട്ട് ബന്ധപ്പെടണം. ഇങ്ങനെയുള്ള കുട്ടികളെ വീട്ടുകാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള കുട്ടികളെ തീർച്ചയായിട്ടും മാതാപിതാക്കൾ തന്നെ പോലീസ് റിപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. അതിലായിട്ട് പറഞ്ഞു, ഇല്ലെങ്കിൽ നിങ്ങൾ അപകടത്തിലാണ്. ഇപ്പോൾ കേരളത്തിലെ അടുത്ത കാലത്തെ കുറേ മാതാപിതാക്കൾ പോലീസ് റിപ്പോർട്ട് ചെയ്യല്ല വേണ്ടത്. ശ്രീ ജോർജ് ജോസഫ്, മാതാപിതാക്കൾ ഇവനെയൊക്കെ ചവിട്ടി പുറത്താക്കണം വീട്ടിൽ നിന്ന്. അങ്ങനെയാണ് മാതൃകയാവേണ്ടത്. എന്തായാലും അല്ല, വീട്ടിനും ഗുണമില്ല, നാട്ടിനും ഗുണമില്ല. പിന്നെ എന്തിനാണ് ഇവനെയൊക്കെ തീറ്റിപ്പോറ്റുന്നത്? എന്തിനാണ്? അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഈ കോട്ടയത്തെ ഈ കുട്ടികളെ അവരെ ശിക്ഷിപ്പിച്ച് തന്നെ ജയിലിൽ വിടണം. നമുക്ക് അവരെ റിഫോം ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവരെ തീർച്ചയായിട്ടും ജാമ്യം കൊടുക്കാൻ പാടില്ല. പോലീസ് അതൊരു 30 ദിവസം 40 ദിവസം ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കണം. ആൻറ്റി റാഗിങ് മാത്രമല്ല, 307 പഴയ IPC അല്ലെ BNS സെക്ഷൻ മാറി 307 അറ്റംപ്റ്റ് ടു മർഡറാണ്. ഈ ചെയ്യുന്നിട്ട് ആ കുട്ടി മരിച്ചു പോകും. ഇവിടെ പ്രൈവറ്റ് ഏരിയയിൽ വെയിറ്റ് കെട്ടി തൂക്കിയിരിക്കുകയാണ്. അൺകോൺഷ്യസ് ആവും, അന്നേരം തന്നെ ആവും. അൺകോൺഷ്യസ് ആയ ഇവന്മാർക്ക് കെട്ടിത്തൂക്കാനും എളുപ്പമാണ്. അതുകൊണ്ട് ഇത് വകവെച്ച് കൊടുക്കാൻ പറ്റില്ല. അതിശക്തമായി നാട്ടുകാരും മാതാപിതാക്കളും പ്രതിരോധിച്ചേ പറ്റുള്ളൂ. ഒരു പരിധി വരെ ഇതിനകത്ത് ഈ ടീച്ചേഴ്സിനും ഇത് കുറ്റക്കാരാണ് അന്ന് തന്നെ പറഞ്ഞു. അതുകൊണ്ട് അവരെയും കൂടെ പ്രതിയാക്കും. ഇതുപോലെ ഒരു കോളേജിൽ കുട്ടികൾക്ക് ഇതുപോലെ സംഭവം ഉണ്ടായാൽ അവിടുത്തെ സാറുമാരും പ്രിൻസിപ്പളും പ്രതിയാകുന്ന ഒരു അവസ്ഥ വന്നാൽ ഇത് ഒത്തിരി മാറ്റം ഉണ്ടാവും.